ഇതെന്നിട്ട് 3 പേര് പ്ലാൻ ഒന്ന് മാറി നമുക്ക് വാഴ സിനിമയ്ക്ക് പോയാലോ? വാഴ ആ ഏതാ പുതിയ റീൽസ് എടുത്ത പിള്ളേരെ പടാ? ആ ഞാനൊന്നില്ല. എന്താ എനിക്കൊന്നാമത്തെ അറിഞ്ഞോടെ ഇങ്ങനത്തെ ഈ റീൽസ് ചെയ്യണ പിള്ളേരെ എനിക്ക് കണ്ണെടുത്താണ്ട്. എടാ നല്ല പടാണ്, നല്ല റിവ്യൂ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ ഈ റീൽസ് എടുക്കണ ഈ പിള്ളേരല്ലേ അഭിനയിക്കണേ? ഊളപ്പാടായിരിക്കും കളിയാ. നീ എന്തിനെ കാണാതെ ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്യണവരെ? ഞാനേ ചെകുത്താന്റെ ആളാ. കുട്ടിച്ചാത്തൻ അത് ഈ പടം കണ്ടില്ലെങ്കിലും ഗ്രഹിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. പിന്നെ ഈ സിനിമ എന്ന് പറയണതേ മൊബൈൽ എടുത്ത് തുള്ളണ പോലത്തെ പരിപാടിയല്ല. ഇത് അവരെ കൊണ്ടൊന്നും കൂട്ടിയ കൂടില്ല എന്റെ നീ ഒരു റീൽ എടുത്ത് നോക്ക്, അപ്പൊ അറിയാൻ എന്റെ ബുദ്ധിമുട്ട്. എന്റെ മോനെ റീൽ എടുക്കാൻ പോയിട്ടേ പെട്ടു. അറിയില്ലല്ലോ അന്ന് കണ്ട്. അങ്ങനെയാണെങ്കിൽ നീ പെട്ടെന്ന് തന്നെ സിനിമ കയറൂട്ടാ. റീലാടാ ഇതുപോലത്തെ ഊളറിൽ മാത്രല്ല നല്ല റീലുണ്ട്. സിനിമാക്കാരുടെ മക്കൾക്ക് മാത്രം അഭിനയിച്ചാൽ മതിയാ. പണ്ട് കഴിവുള്ളവന്മാർക്ക് കഴിവ് കാണിക്കൊരു പ്ലാറ്റ്ഫോം ഇല്ല. ഇപ്പൊ അങ്ങനല്ല, ഇതുപോലത്തെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് കഴിവുള്ളവന്മാർ കയറി വരട്ടെ. റീൽസിലൊക്കെ ഫുള്ള് തെറിവില് ഡബിൾ മീനിങ് മാത്രമേ ഉള്ളൂ. ഒന്നാമത് ഇങ്ങനത്തെ ഫേസ്ബുക്ക് ഇൻസ്റ്റ തുറക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഞാൻ കീപാഡ് ഫോണും കൊണ്ട് നടക്കണം. ഇപ്പോഴാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലാന്നേ. ഈ പോസ്റ്ററിലൊക്കെ മരിച്ചിരിച്ചു നിൽക്കുക. ഈ ടിക്ടോക്ക് പോയപ്പോ ഒരു സമാധാനം ചെയ്താ. ഇപ്പൊ റീൽസ് വന്നു. ഇതൊക്കെ ഒരു തരികിടയാടാ. അത് ഈ പെമ്പിള്ളാരെ ചാട്ടനായിട്ട് അഭിനയിക്കും, പിന്നെ ബെസ്റ്റ് ആവും. പിന്നെ ഞാൻ പറയുന്നില്ല എന്തിട്ടാന്ന്. ഇന്നെ വീട്ടിൽ ചെരിഞ്ഞിക്കണ വാഴ വെട്ടണം. ഈ പറഞ്ഞില്ലേ ഇതവന്റെ റിയൽ ലൈഫാ. ഇത് വാഴോട്ടല. ഓ അതല്ലടാ, ഇവനൊരു പെൺകുട്ടിനെ ഇഷ്ടായിരുന്നു. ആ പെൺകുട്ടിയാണെങ്കിൽ റീൽ ചെയ്യണത് ഭയങ്കര ഇഷ്ടാ. ഈ തെണ്ടേനെ സമ്മതിക്കില്ലാന്ന്. അവസാനം നല്ല റീൽ ചെയ്യണ ചക്കനെ കൂടെ അവള് കല്യാണം കഴിച്ചു പോയി. എന്നിട്ട് ഇപ്പൊ സീനായി. അതല്ലടാ, അവളിപ്പോ കപ്പിൾസ് റീലാ. സിനിമക്കാരൊക്കെ പോയി വരല പ്രൊമോഷൻ. വയറല്ല മണ്ടൻ.